സ്റ്റാഫിനെ നിങ്ങൾ ശരിക്കും എങ്ങനെ മാനേജ് ചെയ്യുന്നത്? എങ്ങനെയാണ് സ്റ്റാഫിനെ ഹാപ്പി ആക്കിയിട്ട് സയൻസിൽ നിലനിർത്തുന്നത്? നല്ല സ്റ്റാഫിനെ കിട്ടുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും എക്സ്പെക്ടേഷൻ ആഗ്രഹമാണ്. അതേപോലെ തന്നെ തിരിച്ച് അവർക്കും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അവർക്ക് നല്ലൊരു ബോസിനെ കിട്ടുക, നല്ലൊരു വർക്ക് കൾച്ചറുള്ള സ്ഥലം കിട്ടുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഒറ്റവാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വർക്ക് ചെയ്യുന്ന ഇവിടം സ്വർഗമാവണം. ആ സ്വർഗം പോലെയാവണം. അവർക്ക് അതിനനുസരിച്ചുള്ള ഫ്രീഡം ഉണ്ടായിരിക്കണം. അവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു വോയിസ് അല്ലെങ്കിൽ ഒരു അവസരം അവിടെ ഉണ്ടായിരിക്കണം. എല്ലാവർക്കും ഈക്വൽ സ്പേസ് അവിടെ കിട്ടിയിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ആസ് എൻ എംപ്ലോയി എന്നുള്ള രീതിയിലേക്ക് അവരെ എക്സ്പെക്ട് ചെയ്യുന്നതിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, മാനേജ്മെൻറ്റ് സൈഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം, അങ്ങനത്തെ ഒരു കൾച്ചറാണ് നമ്മളിവിടെ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെ വർക്കൗട്ടാക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ജോബ് റെസ്പോൺസിബിലിറ്റിയും ജോബ് ഡിസ്ക്രിപ്ഷനൊക്കെ അവിടെ ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് എല്ലാവർക്കും ഒരു ഈക്വൽ സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനവർക്ക് നിരന്തരമായ ട്രെയിനിങ്ങും പരിശ്രമങ്ങളിലൂടെയാണ് അത് നമ്മൾ കൊണ്ടുവരുന്നത്. തീർച്ചയായും അതിൽ പ്രധാനമായിട്ട് നമുക്ക് മോർണിംഗ് മീറ്റിംഗ് നമ്മളിവിടെ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. മോർണിംഗ് മീറ്റിംഗ് ഒരു 8:35 മുതൽ 8:50 വരെ നടക്കുന്ന ഒരു 15 മിനിറ്റുള്ള മീറ്റിംഗ് ആണ്. ആ മീറ്റിങ്ങിൽ പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളിലാണ് ആ മീറ്റിംഗ് പോകുന്നതുണ്ടാവുക. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയി ആ മീറ്റിങ്ങുകൾ ലീഡ് ചെയ്യുന്നത് ഓരോ ദിവസവും ഓരോ എംപ്ലോയീസ് ആയിരിക്കും. അത് ജൂനിയർ സീനിയർ എന്നൊന്നും വ്യത്യാസമല്ല, എല്ലാവർക്കും അതിൻ്റെ ഒരു അവസരം കിട്ടുന്നതായിരിക്കും. ഫസ്റ്റത്തെ 5 മിനിറ്റ്സ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഇവാലുവേഷൻ ആയിരിക്കും, ലാസ്റ്റ് ഡേ ഇവാലുവേഷൻ നമ്മൾ നടത്തും. സെക്കൻഡ് 5 മിനിറ്റ്സ് വന്ന് ഏത് എംപ്ലോയി ആണോ അന്ന് മീറ്റിംഗ് ലീഡ് ചെയ്യുന്നത്, അവർ ഫാർമസിസ്റ്റ് ആവാം, ഒറ്റപ്പെട്ട ആരാവാം, അവർ ചെയ്യുന്ന ജോലി, അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ ചെയ്യുന്ന ജോലി മറ്റുള്ള എല്ലാവരുമായി പരിചയപ്പെടുത്തുന്ന രീതിയിലൊരു ക്ലാസ് ആയിരിക്കും ആ ഒരു 5 മിനിറ്റ്സിൽ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. മൂന്നാമത്തേതായിട്ട് വരുന്നത് അവർക്കൊരു മോട്ടിവേഷണൽ സ്റ്റോറി പറയാം, ഒരു കോട്ട്സ് പറയാം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചറിലൂടെ ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ വെറുതെ ഒരു ജോലി വന്ന് ചെയ്തു പോകുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇവർക്ക് സംസാരിക്കാനും ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കുറച്ചും കൂടി ആ ഒരു ജെല്ലിങ്ങും കാര്യങ്ങളൊക്കെ വളർത്തിയെടുക്കാനൊക്കെ ഇങ്ങനൊരു സംഭവത്തിലൂടെ പറ്റുന്നുണ്ട്. അതോടൊപ്പം എല്ലാവരും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് 1% ഇൻപുട്ട് നമുക്ക് ഡെയിലി നമ്മൾ ഇതിലൂടെ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. സോ ഒരു ടീം വർക്ക്, ഒരു കൊളാബറേറ്റീവ് വർക്ക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്.